കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയം പൊളിച്ചു നീക്കാൻ കരാർ ലഭിച്ച കമ്പനി ഏത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം സ്പേസ് എക്സ് ആണ്. ഇനി രാജ്യാന്തര ബഹിരാകാശ നിലയം അഥവാ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ പറ്റിയിട്ടൊന്ന് പറയാം. 1998 നിർമ്മാണം തുടങ്ങിയ രാജ്യാന്തര ബഹിരാകാശ നിലയം 2011 യാഥാർത്ഥ്യമായത്. 2030 ആവുമ്പോഴേക്കും പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനെ തുടർന്നാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം പൊളിക്കുന്നത്. ബഹിരാകാശ നിലയം സുരക്ഷിതമായി ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റാനും ഭൂമിയിൽ ഇടച്ചിറക്കാനും $84.3 കോടി അഥവാ ഇന്ത്യൻ രൂപ 7035 കോടി രൂപയുടെ കരാറാണ് നാസ സ്പേസ് എക്സിന് നൽകിയിരിക്കുന്നത്. ബഹിരാകാശത്ത് സ്ഥിര സാന്നിധ്യം ഒരുക്കി ഗവേഷണത്തിനും യാത്രികരുടെ താമസത്തിനും ഉള്ള സൗകര്യം സജ്ജമാക്കുകയാണ് ബഹിരാകാശ നിലയത്തിൻ്റെ ധർമ്മം. എലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് സ്പേസ് എക്സ്.